നൂറുകണക്കിന് സ്ത്രീകളെ ബലാത്സംഗം ചെയ്ത് കൊന്നു കുഴിച്ചിട്ട സ്ഥലം, ഒരു മഹാക്ഷേത്രമായ ധർമ്മസ്ഥലയെപ്പറ്റി വ്യാജ പ്രചരണം നടത്തിയ ഒരു ചിന്നയ്യ എന്ന് പറയുന്ന ആളുണ്ട്. അയാളുടെ വെളിപ്പെടുത്തൽ ഇപ്പോൾ വന്നേക്കാണ് സർ. പ്രകാശ് രാജ് എന്ന് പറയുന്ന നടൻ, മഹേഷ് ചെട്ടി തിമ്മരോടി, ഗിരീഷ് മട്ടന്നവർ, യൂട്യൂബർ സമീർ, ഇത്രയും പേര് ചേർന്നിട്ടാണ് തന്നോട് പറഞ്ഞത് ഇങ്ങനെ ഒരു ഇല്ലാക്കഥ പറയണമെന്ന്. 50 ലക്ഷം രൂപ ഓഫർ ചെയ്തു. ഇയാൾ ഇതിനെതിരെ ഇപ്പോൾ കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. ഇവരൊക്കെ കൂടി പറഞ്ഞിട്ടാണ് ഞാനിത് ചെയ്തതെന്ന്. പ്രകാശ് രാജ് എന്ന് പറയുന്നത് ഹിന്ദു വിരുദ്ധനായ ഒരാളാണ്. എവിടെയെല്ലാം ഹിന്ദുക്കളെ ആക്രമിക്കാൻ അന്വേഷിച്ച് നടക്കുമോ, അവസരം കിട്ടുമോ അവിടെയെല്ലാം ആക്രമിക്കും. മോദിക്കെതിരെ, രാജ്യത്തിനെതിരെ വരെ സംസാരിക്കുന്ന ആളാണ് ഈ പ്രകാശ് രാജ് എന്ന് പറയുന്നത്. നീചമായ മനസ്സുള്ള നികൃഷ്ടമായ ഒരു ഇവാഞ്ചലിസ്റ്റാണ് ഈ പറയുന്ന പ്രകാശ് രാജ് എന്ന് പറയുന്ന ആൾ. ഇയാളുടെ കുരുട്ട് ബുദ്ധിയിൽ ഉദിച്ച ബുദ്ധിയായിരുന്നു ഈ പറയുന്ന ധർമ്മസ്ഥല എന്ന് പറയുന്ന സ്ഥലം. ഇയാളെന്ന് പറയുന്ന ഒരു തികഞ്ഞ രാജ്യദ്രോഹമല്ലേ സാർ ഇയാൾ നടത്തിയിരിക്കുന്നത്? സാറിന് എന്താണ് ഇതിനെപ്പറ്റി അഭിപ്രായം? ഒന്ന്, അയാൾ ഒരു ഫെനാറ്റിക് ക്രിസ്ത്യനാണ്. ഒരു മതമൗലികവാദി എന്നൊക്കെ പറയല്ലേ, എക്സ്ട്രീമിസ്റ്റാണ്, ക്രിസ്ത്യൻ എക്സ്ട്രീമിസ്റ്റാണ് അയാൾ. ഹിന്ദുക്കളോടുള്ള ദേഷ്യം അയാളുടെ രക്തത്തിൽ അലിഞ്ഞു ചേർന്നിട്ടുണ്ട്. അയാൾ പലപ്പോഴും തമിഴ് സിനിമയിലുള്ള എനിക്ക് സിനിമയിലൊന്നും വലിയ താല്പര്യമില്ല, പക്ഷേ ചില നടന്മാരൊക്കെ ജോലിയുടെ ഭാഗമായിട്ട് പല സിനിമ നടന്മാരെയോ സംവിധായകരെയോ കാണാനും സംസാരിക്കാനായിട്ടുള്ള അവസരം ഉണ്ടായിട്ടുണ്ട്. അവസരം മീൻസ് എൻ്റെ ജോലിയുടെ ഭാഗമായിട്ട് അവർ തന്നെ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് ഇയാൾ വളരെ അപകടകാരിയാണെന്ന്. ഭയങ്കര അപകടകാരിയാണ് ഇയാളൊരു ഫെനാറ്റിക്കാണ്, റിലീജിയസ് ഫെനാറ്റിക്കാണ് ഇയാൾ. അപ്പം പ്രത്യേകിച്ച് പിന്നെ മോദിയോടുള്ള ദേഷ്യം പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. ഇയാൾ ചെയ്തിട്ടുണ്ടത് കാരണം എന്താണെന്ന് വെച്ചാൽ, ഈ ഹെഗ്ഗാഡെ പറഞ്ഞിട്ടൊരു വലിയ സ്വാമിയുണ്ട്. എന്താ സ്ഥലത്തിൻ്റെ പേര്? കർണാടകത്തിലൊരു വലിയ ആശ്രമമൊക്കെയുള്ള വിൻറ്റേജ് കാറുകളുടെയൊക്കെ കളക്ഷൻ ഉണ്ട് അദ്ദേഹത്തിന്. ഭയങ്കര പുരാതനമായ റോൾസ് റോയ്സും സ്റ്റുഡി ബേക്കറും ഡോഡ്ജും ബുഗാട്ടി കാറുകളുടെയൊക്കെ കളക്ഷനുണ്ട്. വളരെ സാത്വികനായിട്ടുള്ളൊരു മനുഷ്യൻ. അവരുടെ ഒരു അമ്പലത്തിൽ ധർമ്മസ്ഥല അതെ, അദ്ദേഹത്തിനെ അപമാനിക്കാൻ വേണ്ടി, അദ്ദേഹത്തിൻ്റെ ആശ്രമം പൊളിക്കാൻ വേണ്ടി, അദ്ദേഹത്തിൻ്റെ നല്ല പേര് നശിപ്പിച്ച് കളയാൻ വേണ്ടിയിട്ട് ആവിഷ്കരിച്ച ഒരു പദ്ധതിയാണിത്. അതുമാത്രമല്ല, അതിനോട് കൂടി ഹിന്ദു മതത്തെയും ഹൈന്ദവരെയും നശിപ്പിക്കാം എന്നുള്ള ഇങ്ങനെയുള്ള കുറേ പേരുണ്ട് ഇന്ത്യയിൽ. കർണാടകത്തിലും കേരളത്തിലും തമിഴ്നാട്ടിലൊക്കെ ഉണ്ട് അങ്ങനെ കുറേ പേര്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നടത്തിയതാണ് ഈ ധർമ്മസ്ഥലയിൽ 100-ലധികം മൃതദേഹങ്ങൾ കുഴിച്ചിട്ട കാര്യവും അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ. അതിന് പ്രത്യേകിച്ച് എനിക്കത് ആദ്യമേ കേട്ടപ്പോൾ തൊട്ട് ഞാനത് പറഞ്ഞിരുന്നു, ഇതൊരു തട്ടിപ്പ്. 1000-ന് മുകളിൽ എന്നൊക്കെയാണ് ആദ്യം പറഞ്ഞത്. അതെ, അത് വന്ന അവസാനം 100 പിന്നെ അവസാനം 1. പക്ഷെ അവിടെ കുഴിച്ചു നോക്കിയിട്ട് ഒന്നും കിട്ടിയില്ല എന്നാണ് പറയുന്നത്. ഈ നദിയുടെ ഇരു കരകളിലും ഇങ്ങനെ സ്ത്രീകളുടെ മൃതദേഹങ്ങൾ കുഴിച്ചിട്ടിരിക്കുകയാണ്. അതൊരു ബറിയൽ സ്പോട്ടായി മാറി. ഈ ക്ഷേത്രത്തിന് ചുറ്റും സ്ത്രീകളുടെ അസ്ഥികൂടങ്ങളാണ് മണ്ണിനടിയിൽ എന്നാണ് പറഞ്ഞത്. കുഴിച്ചു നോക്കിയിട്ട് ഒന്നും കിട്ടിയില്ല. ഇനിയിപ്പോൾ ഭൂമി കുലുക്കെങ്ങാനും ഉണ്ടായിരുന്നു അവിടെ, അതിന് വീണ്ടും അടിയിലേക്ക് പോകാനായിട്ട് അങ്ങനെ ഉണ്ടായിട്ടുണ്ടാവും. അപ്പോൾ ഈ പ്രകാശ് രാജ് എന്ന് പറയുന്ന കഥാപാത്രം അയാളെ ഒട്ടും വിശ്വസിക്കാൻ കൊള്ളില്ലാത്ത അയാളൊരു ഈ നാട് ഒരു ക്രിസ്ത്യൻ റിപ്പബ്ലിക്കാക്കി മാറ്റണം എന്നുള്ള ഉദ്ദേശത്തോടുകൂടി പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ്. അയാളൊരു ലളിതകുമാരി എന്നിട്ട് പറഞ്ഞ ഒരു ഹിന്ദു സ്ത്രീയെ കല്യാണം കഴിച്ചു. കുറച്ചാൾ കഴിഞ്ഞപ്പോൾ അവരുടെ മതം മാറാൻ പറഞ്ഞപ്പോൾ മാറില്ല എന്ന് പറഞ്ഞാൽ അയാൾ ഉപേക്ഷിച്ചിട്ട് പോയി അവരെ. പിന്നെ അയാൾ വേറൊരു ഹിന്ദു പെൺകുട്ടിനെ പൊന്നിരാജ് സംതിങ് പേര് ഓർക്കുന്നില്ല, അവരെ കല്യാണം കഴിച്ച് അവരെ മതം മാറ്റി ഇപ്പം ക്രൈസ്തവ സ്ത്രീയായിട്ട് കൊണ്ടു നടക്കുകയാണ്. അപ്പോൾ ഇതുപോലത്തെ കഥാപാത്രങ്ങളുണ്ട്. ഇവരിങ്ങനെ പല ഐഡിയ ആയിട്ട് വരും. പിന്നെ ഇവർക്കൊക്കെ സ്ഥിരം ഒരു പരിപാടിയുണ്ട്, ശൂലം കൊണ്ട് ഗർഭം കുത്തിയെടുത്ത് പുറത്തെടുത്തു എന്നൊക്കെ പറഞ്ഞ്. അത് ഗുജറാത്ത് കലാപം ഉണ്ടായപ്പോൾ തുടങ്ങിയതാണ്. അതിന് മുമ്പും തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പണ്ട് ഇവർ തന്നെ ചെയ്തതായി മാപ്പിള കാലത്തും. പിന്നെ ഡയറക്റ്റ് ആക്ഷൻ നടന്നില്ലേ 1946. അന്ന് ബംഗാളിൽ അവർ ചെയ്തുകൊണ്ടിരുന്ന കാര്യമാണ്. അത് മുഴുവൻ ഇപ്പോൾ ഹിന്ദുക്കളുടെ തലക്കിട്ട് കൊടുക്കുക. നേരത്തെ നമ്മൾ ജയശങ്കറിൻ്റെ അന്നത്തെ യൂറോപ്പിലുള്ള പത്രസമ്മേളനത്തിനെ പറ്റി പറഞ്ഞില്ലേ, നമ്മളൊരിക്കലും ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നമ്മൾ ശ്രദ്ധ ചെലുത്താറില്ല. അതായത് ഇത് തെറ്റാണെന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പം എന്ത് പറ്റി, നമ്മളുടെ നിശബ്ദത അവരത് നമ്മുടെ പൂർണ്ണ സമ്മതമോ അല്ലെങ്കിൽ കീഴടക്കലോ കീഴടങ്ങലോ ആണെന്ന് കരുതിയിട്ട് അവരിങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കും. നമ്മൾ തടയില്ല. അപ്പോൾ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞിട്ട് പോട്ടെ, എന്തിനാണ് നമ്മൾക്കും അവരുമായിട്ട് വഴക്കുണ്ടാക്കുമ്പോൾ അവർ പറഞ്ഞിട്ട് പോട്ടെ എന്നുള്ള ആറ്റിറ്റ്യൂഡാണ്.
ചലേക എന്ന് പറയില്ലേ, ഹിന്ദി സർക്കാർ ഓഫീസുകളിലൊക്കെ പറയില്ലേ, അതേപോലത്തെ പോളിസിയാണ് അവിടെ. ഈ പണ്ട് പറയായിരുന്നു ഈ അത് ഇതുമായിട്ട് ബന്ധമില്ലെങ്കിൽ കൂടി പറയുന്നു, ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ച അത് ഒരു ആനയുടെ വേഗത്തിലാണ് സഞ്ചരിക്കുന്നത്. ഹിന്ദു വേ ഓഫ് ഗ്രോത്ത് എന്നാണ് പറയുന്നത്. കാരണം ഹിന്ദുക്കൾ ഒരു കാലത്തും നന്നാവില്ല. അത് കേട്ടിട്ടെങ്കിലും ഹിന്ദുക്കൾ മനസ്സിലാക്കിയില്ല. ഇപ്പം നമ്മൾ വി ആർ പേയിങ് ദ പ്രൈസ്. ഇങ്ങനെയുള്ള ഇൻഡിഫറൻസ്, നിർവികാരതയോടുകൂടി ഇതെല്ലാം കേട്ടുകൊണ്ടിരുന്നതിന് നമ്മൾ വലിയൊരു വിലയാണ് കൊടുക്കുന്നത്. ആൻഡ് വി ആർ ഓൾവേസ് ഓൺ ദ ഡിഫെൻസീവ്. നമുക്കെപ്പോഴും ഇവരുടെ അറ്റാക്ക് തടയാൻ വേണ്ടിയിട്ട് എന്താ നമ്മൾ ആ ലെവലിലേക്ക് നമ്മൾ പോന്നിരിക്കുന്നു. TV ചാനലുകൾ വഴിയും പത്രങ്ങൾ വഴിയും മാസികകൾ വഴിയും എല്ലാം നമുക്കെതിരായിട്ടുള്ള ക്യാമ്പയിൻസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഇത് എന്നല്ലെങ്കിൽ ഇതാ ഈ വളരെ വ്യക്തിപരമായിട്ട് ഒരു എന്താണ് പറയുന്നത്, ആവിഷ്കരിച്ച ഒരു സ്ക്രിപ്റ്റാണത്. ഒരു അർബൻ നക്സലായിട്ടുള്ള സ്ത്രീ ഇടയ്ക്ക് വന്നിരുന്നു. മകളെ കാണാനില്ല, ഇല്ലാത്ത മകൾ അവരെ കാണാനില്ല. ഇത് ഒരു വലിയ സംഭവമാണ് പ്രിയൻ. കാരണം പ്രിയൻ അറിയില്ല, ഗുജറാത്ത് കലാപം കഴിഞ്ഞിട്ട് ഒരു ഫോട്ടോഗ്രാഫർക്ക് ഒരു ദേശീയ അവാർഡ് കിട്ടി. അയാൾ എന്തിനാ ചെയ്തതെന്ന് വെച്ചാൽ, ഒരു ഹിന്ദു ഭീകരവാദി എന്ന് പറഞ്ഞ ഒരാളുടെ ഫോട്ടോ എടുത്ത് അയാളുടെ പ്രസിദ്ധീകരണത്തിന് കൊടുത്തു. അയാൾ ഒരു മറ്റേ കുങ്കുമ കളർ കൊണ്ടുള്ള ഹെഡ് ബാൻഡൊക്കെ കെട്ടി ഒരു ശൂലം പിടിച്ച് കഴിഞ്ഞിട്ട് തുള്ളിച്ചാടുന്ന ഫോട്ടോ, സ്ലീവ്ലെസ് ബനിയനൊക്കെ ഇട്ടിട്ട് നിന്ന് ചാടുന്ന ഫോട്ടോ ഉണ്ട്. ഭീകരവാദിയാന്ന് തന്നെ തോന്നും. യഥാർത്ഥത്തിൽ എന്തായിരുന്നു, ഇയാൾ ആ ഫോട്ടോഗ്രാഫിന് എന്താ പ്രൈസ് എല്ലാം കിട്ടി കാലം കഴിഞ്ഞപ്പോൾ ഒരാൾ അന്വേഷിച്ച് പോയി കണ്ടുപിടിച്ചതാണ്. ആ മനുഷ്യൻ അവിടെ ചെരുപ്പ് കുത്തായിരുന്ന ആളാണ്. അയാളോട് പറഞ്ഞു, എടേ നീ ഇതുപോലെയൊക്കെ കാണിച്ചു തന്നാൽ നിനക്ക് 500 രൂപ തരാം എന്ന് പറഞ്ഞു. നിന്ന് കൊടുത്തു, 500 രൂപ എടുത്ത് കൊടുത്തു അവൻ. ഈ ഫോട്ടോ ഇവർക്കൊരു ഇക്കോസിസ്റ്റം ഉണ്ടല്ലോ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും ലിബറൽസിനും എന്താ ജോർജ് സോറോസിനും അതുപോലെ തന്നെ ഇവാഞ്ചലിസ്റ്റുകൾക്കും. അവർ ആ ഫോട്ടോ വിശ്വപ്രസിദ്ധമാക്കി. അവരങ്ങനെ വിശ്വപ്രസിദ്ധമല്ല, കുപ്രസിദ്ധമാക്കി. അതേപോലെ മറ്റൊരുത്തനുണ്ടായിരുന്നു, ഒരു തയ്യൽക്കാരങ്ങനെ കയ്യും പിടിച്ചോണ്ട്, അതും അഭിനയിച്ച് കാണിച്ചു കൊടുത്ത ഫോട്ടോ ആണത്. അപ്പം ഇതേപോലെ പല സ്ക്രിപ്റ്റുകളും ഉണ്ടാക്കി, പ്ലോട്ടുകളും ഉണ്ടാക്കി ഹിന്ദുക്കളെ അധിക്ഷേപിക്കുക, ഹിന്ദുക്കൾ മഹാകള്ളന്മാരാണ്, ഹിന്ദുക്കൾ ഇവിടെ ആൾക്കാരെ കൊല്ലുക എന്നുള്ളതാണ് അവർ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രിയനറിയാം, ചില ഇൻ്റർനെറ്റിൽ നമ്മൾ പേജ് ഓപ്പൺ ചെയ്യുമ്പോൾ ഓരോ ന്യൂസിൻ്റെ ഹെഡ്ലൈൻസ് വരും. ആ ഹെഡ്ലൈൻസ് കാണാൻ നമുക്കറിയാം ഇത് ഇന്ന പത്രത്തിലെ അല്ലെങ്കിൽ ഇന്ന പോർട്ടലിലെ ന്യൂസാണെന്ന്. പ്രത്യേകിച്ചും അൽ ജസീര, ദ വയർ, ഇങ്ങനെയൊക്കെയുള്ള ദ വേഡ് എന്നിട്ട് പറഞ്ഞാൽ വേറൊരു നെറ്റ് ഉണ്ടെന്ന് തോന്നുന്നു. ഇതെല്ലാം കാണുമ്പോഴേ നമുക്കറിയാം ഇവർ ഒന്നിൽ അൽ ജസീരയിലോ അല്ലെങ്കിൽ ദ വയറിലോ ഒക്കെ വന്ന വാർത്തയാണെന്ന് അറിയാൻ പറ്റും. ന്യൂസ് ക്ലിക്ക് എന്നൊക്കെ പറഞ്ഞ സാധനം. ന്യൂസ് ക്ലിക്കിനെ പറ്റി അറിയില്ലേ സാർ? ഏതായാലും പ്രകാശ് രാജിന് കൃത്യമായ ഗൂഢോദ്ദേശം ഉണ്ടായിരുന്നു എന്ന് ചിന്നയ്യ തന്നെ മുഖം മൂടിയിട്ടാണ് ചിന്നയ്യയെ കൊണ്ടുവരുന്നത്. ചിന്നയ്യെ പറഞ്ഞു പഠിപ്പിച്ചു, ഇന്ന കാര്യങ്ങൾ ധർമ്മസ്ഥലയിലെ ധർമാധികാരിക്കെതിരായിട്ട് നിങ്ങൾ ചെയ്യണം. അദ്ദേഹം രാജ്യം ആദരിക്കപ്പെട്ട പത്മ പുരസ്കാരങ്ങളൊക്കെ കിട്ടിയ ഒരു വ്യക്തിത്വമാണ്. അദ്ദേഹത്തെ ഇല്ലായ്മ ചെയ്യാൻ, കുടുംബത്തെ തകർക്കാൻ, ക്ഷേത്രത്തെ തകർക്കാൻ, ആ പ്രദേശത്ത് ആരും വരാതെയാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഗൂഢ പദ്ധതി ഇവാഞ്ചലിസ്റ്റുകളുടെ തലയിലുദിച്ച ഈ ബുദ്ധിയാണ് നടപ്പിലാക്കുന്നത്. അതിന് വേണ്ടി കൂടെ നിന്നത് മഹേഷ് ഷെട്ടി തിമ്മരോടി എന്ന് പറയുന്ന ആള്, ഗിരീഷ് മട്ടന്നവർ, ഒരു യൂട്യൂബർ സമീർ. സാർ ഇത് മാത്രവുമല്ല, നമ്മുടെ ഇവിടെ ഈ നമ്മുടെ അർജുൻ എന്ന് പറഞ്ഞൊരു ഡ്രൈവർ മരിച്ച സംഭവം, അതില് ബന്ധപ്പെട്ട ഒരാളുണ്ടായിരുന്നു, ലോറി ഡ്രൈവറായിട്ടുള്ള ആൾ, അയാളുടെ സഹോദരൻ എന്നൊക്കെയാണ് പറഞ്ഞത്. ഇയാളും ഈ പറയുന്ന പ്രദേശത്ത് പോവുകയും ഈ പറയുന്ന ആരോപണം ഉന്നയിച്ച സ്ത്രീയുമായിട്ട് ബന്ധപ്പെടുകയൊക്കെ ചെയ്യുക, അവസാന അന്വേഷണ ഏജൻസികളൊക്കെ ഇയാളെ വിളിച്ചു വരുത്തുകയൊക്കെ ചെയ്ത സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇയാൾ കോഴിക്കോട്ടുകാരനാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരുപാട് ഗൂഢ ഉദ്ദേശങ്ങൾ ഇതിനകത്ത് ഉണ്ടായിരുന്നു. വലിയ പദ്ധതിയായിരുന്നു ഇത്. ഒന്ന് ആലോചിച്ച് നോക്കൂ സാർ, ഇത്രയ്ക്കൊരു പദ്ധതി നടപ്പിലാക്കി ഇവരതിനെപ്പറ്റി അതിനുള്ളൊരു ശ്രമം ഇവർ നടത്തിയിട്ടുണ്ടെങ്കിൽ അതിന് പ്രതികരിക്കാൻ പോലും ഈ പറയുന്ന പ്രകാശ് രാജ് എന്ന് പറയുന്ന ആൾ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് അങ്ങേയറ്റം നീച മനസ്സ്. നമ്മൾ ഇയാളെ സിനിമയിൽ വില്ലനായിട്ടാണ് കണ്ടിട്ടുള്ളത്. അതിനപ്പുറത്തേക്കുള്ള ഒരു വില്ലത്വം ഇല്ലെങ്കിൽ അങ്ങേയറ്റത്തെ നീചത്വം, മനസ്സിലുള്ള ആണ്ട് കിടക്കുന്ന അതിസർപ്പങ്ങൾ പോലും തോറ്റുപോകുന്ന വിഷം, കാളകൂട വിഷം ഇയാളുടെ മനസ്സിലുണ്ട് എന്നുള്ളതല്ലേ ഇത് തെളിയിക്കുന്നത്? തീർച്ചയായിട്ടും അത് പ്രത്യേകിച്ച് ചോദിക്കേണ്ട ആവശ്യമില്ല പ്രിയാൻ. ഈസ് എ ഡേഞ്ചറസ് ക്യാരക്ടർ. നമ്മൾ പോലെ കണ്ടാങ്കറസ് ക്യാരക്ടർ എന്ന് പറയില്ലേ, കാണുമ്പോഴേ എന്താ പറയുക, വർജിക്കേണ്ട, അകറ്റി നിർത്തേണ്ട വ്യക്തികളാണ് ഇവരെന്നും. ഇവരൊക്കെ എങ്ങനെ, അയാളത്ര വലിയൊരു
സിനിമാ നടനായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഞാൻ ആയിക്കൂടി ആ മറ്റേ ഇരുവർ എന്നൊക്കെ പറഞ്ഞ ചിത്രത്തിൽ കരുണാനിധിയുടെ റോളിലൊക്കെയാണ് അയാൾ അഭിനയിച്ചത്. പിന്നെ കുറേ തിയേട്രിക്സ് എന്തൊക്കെയോ കാട്ടിക്കൂട്ട ആൾക്കാർക്ക് ഇതൊക്കെയാണല്ലോ ആക്ടിങ്. നമ്മുടെ ആൾക്കാർ യഥാർത്ഥ അഭിനയം എന്താണെന്ന് ഇനിയും കാണാനിരിക്കണേ ഉള്ളൂല്ലോ. പലർക്കും പണ്ടത്തെ MGRൻ്റെയും ശിവാജി ഗണേശൻ്റെയും സിനിമ കണ്ട് വളർന്ന് സത്യൻ്റെയും സിനിമ കണ്ട് വളർന്നവർക്ക് അതാണ് ഏറ്റവും വലിയ സിനിമ അല്ലെങ്കിൽ അഭിനയം എന്ന് തോന്നുന്നു. ഇപ്പോൾ ഈ പ്രകാശ് രാജ് കാണിക്കുന്ന കാണുമ്പോൾ അതിലൊക്കെ ഒരു പ്രത്യേകതയുണ്ട്. ഈ കേരളത്തിൽ മറ്റേ ഉള്ള സിനിമ നടന്മാരെ പറ്റി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജാതി തിരിച്ചിട്ടാണ് അഭിനയത്തിൻ്റെ മികവ് അവർ വിലയിരുത്തുന്നത് പലപ്പോഴും. ഇപ്പോൾ ഒരു പ്രത്യേക സമുദായക്കാർ, 1-2 പ്രത്യേക സമുദായക്കാർ മമ്മൂട്ടീനെ വളരെ ആകാശത്തോളം പോയിട്ടുമ്പോൾ പറയും മോഹൻലാലിന് അയാൾക്ക് അഭിനയിക്കാൻ അറിയില്ല, അയാളിങ്ങനെ ഒരു വശം ചെരിഞ്ഞ് നടക്കുകയുള്ളൂ എന്നൊക്കെയല്ലേ പറയണം മുഴുവനും. അത് ഇതിന്റെ ഭാഗമാണ്. ഇപ്പൊ സിനിമയിലൊക്കെ മമ്മൂട്ടിയെ മഹാനടൻ എന്ന് വിളിക്കുന്ന ആൾക്കാരുണ്ട്. നമ്മുടെയൊക്കെ അറിവിൽ മലയാളത്തിൽ ഒരു മഹാനടനേ ഉള്ളൂ, അത് സത്യനാണ്. അല്ല, അത് എന്തെങ്കിലും വിളിച്ചോട്ടെ, ആർക്കും ആണെങ്കിലും വിളിക്കാമല്ലോ. ഈ പറഞ്ഞ പോലെ മഹാത്മാ ഗാന്ധി എന്ന് പറഞ്ഞില്ലേ, യഥാർത്ഥത്തിൽ മഹാത്മാ എന്നുള്ള പേര് അയാൾക്ക് കിട്ടിയത് എങ്ങനെയാണെന്ന് അറിയാമോ? വേറൊരാള് ആ പേര് ദാദാഭായ് നവറോജി, അറിയോ? ദാദാഭായ് നവറോജിയാണ് ഇന്ത്യയിലെ ശരിക്കും മഹാത്മാ നവറോജി എന്നുള്ള പേരാണ് അദ്ദേഹത്തിന് കൊടുത്തത്. അദ്ദേഹം പറഞ്ഞു, എന്നെ അങ്ങനെ ഒരു വിശേഷണമൊന്നും നൽകണ്ട, ഞാനൊരു സാധാരണക്കാരനാണ്, ഞാൻ അതുപോലെ ജീവിച്ച് മരിച്ചോളാം, ഞാൻ മഹാത്മാവൊന്നുമല്ല, നിങ്ങൾ വേറെ ആ ഗാന്ധി വെറുതെ ഇരിക്കേണ്ട, അവിടെ പോയി അയാളോട് പോയിട്ട് അയക്കാനും കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ കിട്ടിയതാണത്. ഒരു ദയാൻ പട്ടേൽ എന്നിട്ട് പറഞ്ഞ ആള്, ദയാൻ പട്ടേലാണോ ഈ നമ്മളുടെ ദാദാഭായ് നവറോജിയുടെ ആത്മകഥ എഴുതിയിട്ടുണ്ട്. അതിനകത്ത് പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണിത്. അത് ഏതായാലും ഈ ധർമ്മസ്ഥലയുടെ ധർമാധികാരിയെയും ക്ഷേത്രത്തെയും ഹിന്ദുക്കളെയും ആകെ തന്നെ കുഴിച്ചു മൂടാം എന്ന് പറഞ്ഞൊരു മാസ് ബറിയിലൊക്കെ ഇവിടെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞ ഒരു വ്യാജം പൊളിഞ്ഞിരിക്കുന്നു. പ്രകാശ് രാജ് ഇപ്പോൾ മുങ്ങിയിരിക്കുകയാണ്, കൃത്യമായിട്ട് മറുപടിയൊന്നുമില്ല. ഏതായാലും ഇയാൾക്കെതിരെ അയാൾ പണം കൊടുക്കാമെന്ന് പറഞ്ഞ ചിന്നയ്യ തന്നെ തിരിഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ ഫലം പ്രകാശ് രാജ് അനുഭവിച്ചേ പറ്റുള്ളൂ. ആ രീതിയിലാണ് പോകുന്നത്. പ്രകാശ് രാജ്, മഹേഷ് ഷെട്ടി തിമ്മരോടി, ഗിരീഷ് മട്ടന്നവർ, യൂട്യൂബർ സമീർ അടക്കമുള്ളവർ, ഈ കോഴിക്കോട്ടുകാരൻ അതിൻ്റെ ഭാഗം വല്ലതും ആയിട്ടുണ്ടെങ്കിൽ അവനും ഇതിൻ്റെ കൃത്യമായിട്ടുള്ള പരിണത ഫലങ്ങൾ അനുഭവിക്കേണ്ടി വരുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പ്രിയൻ, വേറൊരു കാര്യമാണ് എനിക്ക് ഭയങ്കര സംശയമുള്ളത്. ചെന്നൈയെന്നല്ലേ പറഞ്ഞത്? ചെന്നൈയിനെ അവർ മിക്കവാറും കൊല്ലാൻ പഠിക്കില്ല. അയാളിപ്പോൾ പോലീസ് കസ്റ്റഡിയിലൊക്കെ ആയതുകൊണ്ടായിരിക്കും. അയാളല്ലേ ഏക തെളിവുള്ളത്. അയാളെ കൊന്നുകളഞ്ഞ പ്രശ്നം തീർന്നില്ല. സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് കോൺഗ്രസ്സുകാരാണ് ഭരിക്കുന്നത് അവിടെ. അതെ, അപ്പോൾ കൊന്നുകളയാനുള്ള സാധ്യതയുണ്ട്. പ്രിയമുള്ളവരെ, നമ്മുടെ ചാനൽ ഒരുപാട് പേർ കാണുന്നുണ്ട്. കാണുന്നവരോടെല്ലാം നമുക്ക് വലിയ സ്നേഹവുമുണ്ട്. അവരൊക്കെ നമ്മുടെ ചാനലിനെ കുറിച്ച് ഒരുപാട് പേരോട് പറയുന്നുമുണ്ട്. പക്ഷേ ഒരു കാര്യം, നമ്മൾ കാണുന്നവരുടെ എണ്ണം അനുസരിച്ച് ചാനലിൻ്റെ സബ്സ്ക്രിപ്ഷൻ കൂടുന്നില്ല. എന്താ കാര്യം എന്നറിയാമോ? നമ്മൾ കണ്ടിട്ട് അങ്ങ് പെട്ടെന്ന് തിരിച്ചു പോവുക. പക്ഷേ കണ്ടതിന് ശേഷം ഒരു നിമിഷം നിൽക്കുക. നമ്മുടെ ചാനലിൻ്റെ IND എന്ന് പറയുന്ന ലോഗോ ഇല്ലേ, അവിടെ ഒന്ന് വിരലമർത്തിയാൽ ചാനലിൻ്റെ ഫീഡ് തുറന്നു വരും. അവിടെ സബ്സ്ക്രൈബ് എന്നൊരു നീല നിറത്തിലുള്ള ബാറുണ്ട്, അവിടെ ജസ്റ്റ് ഒന്ന് തൊടുക. തൊട്ടടുത്തൊരു മണിയുടെ ചിത്രമുണ്ട്, ബെല്ലൈക്കൺ, അവിടെ ഒന്ന് തൊട്ടാൽ നിങ്ങൾക്ക് നമ്മുടെ എല്ലാ വീഡിയോകളും കാണാനുള്ള നോട്ടിഫിക്കേഷൻ കിട്ടും. മാത്രമല്ല ചാനലിൻ്റെ ഒരു സബ്സ്ക്രൈബറായി മാറുകയും ചെയ്യും. അത് ഞങ്ങൾക്ക് വലിയ സഹായമായിരിക്കും. ഉറപ്പായിട്ടും അത് ചെയ്തിട്ടില്ല എങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് ചെയ്യണേ.